നമ്മളും ഗ്ലോറിയും മാത്രം. ഉണ്ടാകുമായിരുന്ന പലരെയും വിലക്കിയത് ഗ്ലോറിയും വാര്യർ സാറും ചേർന്നാണ്. നമ്മളില്ലായിരുന്നെങ്കിൽ എതിരാളികളില്ലാതെ ഗ്ലോറി ഈ എഗ്രിമെന്റ് സ്വന്തമാക്കുമായിരുന്നു. കമ്പനിയുടെ പൊസിഷൻ എങ്ങനെ? ആരോടും പാർഷ്യാലിറ്റി എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിത നിലപാട്. അങ്ങനെ നോക്കുമ്പോ ഒരു കമ്പനി അടിസ്ഥാനത്തിൽ നമുക്കൊരു ഗ്രേസ് മാർക്ക് ഉണ്ടാവും. അതുറപ്പ്. ഇത്രയും മുതൽ മുടക്കുള്ള ഒരു കമ്പനി ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പരിഗണനയേക്കാൾ ഒരു സ്ഥാപനത്തിനായിരിക്കും കൊടുക്കുന്നത്. പക്ഷെ എങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ? സാധാരണ ഏത് മിഡിൽ ഈസ്റ്റ് കമ്പനിയിലുള്ള പ്രശ്നം തന്നെ. ഡിസൈഡിംഗ് ഫാക്ടേഴ്സ് ഇന്ത്യക്കാരാണ്. ഒരു PG മേനോൻ, ഒരു മോഹൻദാസ് പാണ്ഡെ. അവരുടെ ശീലങ്ങൾ എന്തായിരിക്കുമെന്നത് നിർണായകമാണ്. ഫുൾ ഡീറ്റെയിൽസ് എടുക്കണം. സ്വാധീനിക്കാൻ കഴിയുന്നവരെയൊക്കെ സ്വാധീനിക്കണം. പക്ഷേ അക്കാര്യത്തിൽ നമ്മളെക്കാൾ മുകളിൽ ഗ്ലോറി പോകരുത്. ഇന്നുവരെ എന്റെ ബിസിനസ് ജീവിതത്തിൽ ഒരു ടെൻഡർ കൈക്കലാക്കാനോ മറ്റൊരാളെ വീഴ്ത്താനോ ഒരു കപടതന്ത്രവും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഞാനത് ഉപേക്ഷിക്കുകയാണ്. ഗ്ലോറി പയറ്റുന്ന എല്ലാ ആയുധങ്ങളും നമ്മൾ ഉപയോഗിക്കണം. ആദർശ്, ഈ ഡ്യൂട്ടി തനിക്കാണ്. ഇവിടെ ഗ്ലോറി വീണിരിക്കണം. ഈ ടെൻഡർ ദേവ് അസോസിയേറ്റ്സിന് തന്നെ കിട്ടണം. അതെന്റെ വാശിയാണ്. ഷുവർ അങ്കിൾ, ഈ ടെൻഡർ നമ്മൾ പിടിച്ചിരിക്കും. ഗ്ലോറി നമ്മളെ ജയിക്കില്ല.